ഇവിടെ നമ്മുടെ ഷിബിൻ ബഷീർ, നമ്മുടെ ഉഷ സുജിത്ത്, പ്രിയപ്പെട്ട കുറേ അധികം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. എല്ലാ പ്രിയപ്പെട്ട ബിജു വെള്ളിനത്ത്, മുഹമ്മദ് നാഫി, ഫാബി ബഷീർ, കബീർ, പവിത്രൻ ജഹാംഗീർ, ഗ്രേസി സെബാസ്റ്റ്യൻ, അനീഷ് തോട്ടുവിള, ലക്ഷ്മണൻ ഒക്കെ ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നേരെ ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നത്, കടമെടുപ്പിൽ കേരളത്തിന് ആശ്വാസം. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്രം വാഗ്ദാനം ചെയ്ത 13,000 കോടി രൂപ സ്വീകരിച്ചുകൂടെ എന്ന് കേരളത്തോട് സുപ്രീം കോടതി. ഈ തുക നിയമപ്രകാരം അർഹമായത് തന്നെയാണെന്ന് കേരളം മറുപടി നൽകി. ബാക്കി തുകയുടെ കാര്യം ഇന്നു തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരായ ഹർജി കേരളം പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. വാദങ്ങൾ എന്തായിരുന്നു, മറുവാദങ്ങൾ എന്തായിരുന്നു, കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് അച്യുതൻ? ഹാഷ്മി, ഈ നേരത്തെ തന്നെ ഈ സ്യൂട്ട് ഹർജി കേരളം നൽകുമ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരുന്നത് കേന്ദ്രവും കേരളവും ഇതിൽ ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണണമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ കേരളവും കേന്ദ്രവും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയിൽ ഒരു തരത്തിലുള്ള ഫലം ഉണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ തവണ കേസ് വീണ്ടും ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാനായി തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് ഈ സ്യൂട്ട് ഹർജിയിൽ വിശദമായ വാദം തന്നെയാണ് സുപ്രീം കോടതി കേട്ടത്. അതിൽ പ്രധാനമായും കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ അദ്ദേഹം ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി. അതായത് സംസ്ഥാനത്ത് ഇത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കേന്ദ്രത്തോട് പണമല്ല ആവശ്യപ്പെടുന്നത്, പകരം ഈ ഒരു കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങളാണ് ആവശ്യപ്പെടുന്നതെന്നായിരുന്നു കപിൽ സിബൽ ആവർത്തിച്ചു. ഒപ്പം തന്നെ ഒരു അടിയന്തരാവസ്ഥ നിലവിലുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നു എന്താണ് ആ ഒരു അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യമെന്ന് ചോദിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളും, അതായത് കേന്ദ്രത്തിൻ്റെ വാദങ്ങളും മുന്നോട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വാദങ്ങൾക്കൊടുവിലാണ് ഈ ഒരു 13,000 കോടി, അതായത് ഈ ഹർജി പിൻവലിച്ചാൽ നൽകാമെന്ന് കേന്ദ്രം അറിയിച്ച 13,000 കോടി രൂപയുടെ ചർച്ചകളിലേക്ക് കടന്നത്. അതായത് ഇതിൽ കേന്ദ്രം ഹർജി പിൻവലിക്കുവാൻ പറഞ്ഞ നിർദ്ദേശം അത് സുപ്രീം കോടതി വിമർശിച്ചു. സംസ്ഥാനത്തിന് ഇത് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ അവകാശത്തെ ലംഘിക്കുവാൻ കഴിയില്ല എന്ന് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 13,000 കോടി, ഇത്തരമൊരു അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ആ 13,000 കോടി രൂപ സ്വീകരിച്ചൂടെ എന്ന് കേരളത്തോട് സുപ്രീം കോടതി ചോദിച്ചു. അപ്പോഴാണ് ഇത് കേരളം അറിയിച്ചത് ഈ 13,000 കോടി രൂപ ഇത് വെറുതെ അല്ല, ഇത് കേരളത്തിന് അവകാശപ്പെട്ട തുക തന്നെയാണ്. ആ നിയമപ്രകാരം അവകാശപ്പെട്ട തുകയാണ് നമ്മൾ ഈ ഒരു ഹർജിയിലൂടെയും ആവശ്യപ്പെടുന്നതെന്നായിരുന്നു കപിൽ സിബൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തിയ വാദം. എന്തായാലും ആ നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് നൽകിയത്. ഈ അടിയന്തര എങ്ങനെയാണ് ഇത് കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിച്ചുകൊണ്ട് 13,608 കോടി രൂപ വാങ്ങിക്കൂടെ എന്നാണോ ചോദ്യം, അതോ ഉപാധികളില്ലാതെ ആ പണം വാങ്ങിക്കൂടെ എന്നാണോ ചോദ്യം അച്യുതൻ? ഹാഷ്മി, ഹർജി പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതിനായി പ്രത്യേക ഉത്തരവുകളൊന്നും പുറപ്പെടുവിക്കില്ല. പകരം ഈ 13,000 കോടി രൂപ ഈ നിലവിലെ പ്രതിസന്ധി പരിഹാരത്തിന് വാങ്ങാം. ഇനി അധിക തുക വേണമെങ്കിൽ അത് ഈ തുടർ ചർച്ചകൾ നടത്തണം. പക്ഷേ തുടർ ചർച്ചകൾ നടത്തുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഹർജിയുടെ പേരിൽ ആ ചർച്ചകൾ ഒരിക്കലും ഫലം കാണാതെ പോകരുത്. എന്തായാലും 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തായാലും ഹർജി പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം ഈ അധിക തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണണമെന്ന് കൂടിയാണ് ഈ സ്യൂട്ട് ഹർജിയിൽ, കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കേരളത്തിന് അർഹതപ്പെട്ട ആവശ്യം തേടിയാണ്, അത് കിട്ടാത്തപ്പോഴാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി പിൻവലിക്കണം എന്ന വിചിത്ര ആവശ്യം കേന്ദ്രം ഉന്നയിക്കുകയായിരുന്നു. ആ വിചിത്ര ആവശ്യത്തിന് ഇന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ വക ന്യായീകരണം ഉണ്ടായോ അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും. കാരണം ഈ കേരളവും കേന്ദ്രവും ചർച്ച നടത്തിയ സാഹചര്യത്തിൽ പോലും കേന്ദ്രം അറിയിച്ച ഒരു അതൃപ്തി എന്നുള്ളത് ഈ ഹർജി തന്നെയായിരുന്നു. പക്ഷേ ഹർജി പിൻവലിക്കില്ല എന്ന നിലപാടിലായിരുന്നു കേരളം. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ആ ഹർജി പിൻവലിച്ചാൽ ഈ 13,608 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനവും. ഇനി എന്തായാലും അതായത് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ സമ്മർദ്ദം കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ചെലുത്താൻ കഴിയുകയില്ല.
മറ്റൊരു സാഹചര്യം ഇതിൽ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയത് ഈ കേരളത്തിന്റെ ഹർജി അതിൽ ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവിയിൽ ഇത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളും ഒരുപക്ഷെ ഈ ഹർജിയുമായി സമീപിച്ചേക്കും എന്നുള്ള തരത്തിൽ അറ്റോർണി ജനറൽ ഒരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്തായാലും അതിനെല്ലാം ഉപരി തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം. കാരണം ഈ സാമ്പത്തിക നയത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട് എന്ന് സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചർച്ചയുടെ സാധ്യത ഇരു കൂട്ടർക്ക് മുൻപിലേക്ക് സുപ്രീം കോടതി നൽകിയത്. പക്ഷേ ആ ചർച്ചകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ഇടയ്ക്ക് ഡൽഹിയിലെ സർക്കാരിന്റെ പ്രതിനിധി കെ വി തോമസ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി സംസാരിച്ച സമയത്ത് കൂടിയും അവർ വ്യക്തമാക്കിയത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ച നടത്താമെന്നുള്ള ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ കേരളത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകൾ അത് കേരളം ഒരു തീരുമാനമെടുത്ത ശേഷം ആ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുകയും തുടർന്നായിരിക്കും ചർച്ചകൾ നടക്കുക. എന്തായാലും ഈ അധിക തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അടിയന്തരമായി തന്നെ ചർച്ചകൾ വേണമെന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതൊരിക്കലും ഈ സ്യൂട്ട് ഹർജി അതിനെ ബാധിക്കരുത്, അത്തരം ചർച്ചകളിൽ ഈ സ്യൂട്ട് ഹർജി ബാധിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹാഷ്മി, എന്തായാലും കേന്ദ്രത്തിന് ആശ്വാസം എന്ന് ഉറപ്പായും പറയാം. 10,000 കോടി രൂപ വാങ്ങാൻ കേരളത്തോട് പറയുകയാണ്. അതേസമയം തന്നെ കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജി പിൻവലിക്കണം എന്ന ആവശ്യത്തിനെ സുപ്രീം കോടതി കേന്ദ്രത്തെ കോടതി വിമർശിക്കുകയുമാണ്. എന്തായാലും അതിൻ്റെ വാദങ്ങൾ തുടരും. നമുക്കറിയാം അല്പസമയത്തിനും കൂടി കഴിയുമ്പോൾ ഒരിക്കൽ കൂടി കുറച്ചുകൂടി ആ വാർത്തയിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ഇപ്പോൾ വരുന്ന വാർത്ത സന്തോഷ് മാധവൻ മരിച്ചു എന്നുള്ളതാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകണം, ഒരു കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം വലിയ കൊള്ളക്കം ഉണ്ടാക്കിയൊരു വാർത്തയാണത്. അതിനുശേഷം ജയിലിലായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി സന്തോഷ് മാധവനെ അധികം അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. സന്തോഷ് മാധവൻ ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു എന്നറിയാൻ കഴിയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ICUവിലായിരുന്നു. എന്തായാലും ഇന്ന് 11:30-ക്കാണ് മരിച്ചത്. ഓക്കെ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും MSFും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. സലീം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. സലീം, മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും വലിയ സമരം കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടെ നടക്കുകയായിരുന്നു. പലയാവർത്തി ജലപീരങ്കി, പോലീസുമായി ഏറ്റുമുട്ടൽ, വാഗ്വാദം. ഇപ്പോഴും ഏതാണ്ട് അതേപടി തന്നെ കാര്യങ്ങൾ തുടരുകയാണോ? ഹാഷ്മി, കഴിഞ്ഞ 2 മണിക്കൂറിലധികം സമയത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് പരിസരം ഒരല്പം ശാന്തത കൈവരിച്ചിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ പറയാൻ. കഴിഞ്ഞ 2 മണിക്കൂറിലധികം സമയം സെക്രട്ടേറിയറ്റ് പരിസരം അപ്പാടെ ഒരു സമരമായി മാറുകയായിരുന്നു. അത് ഒന്നിനു പിറകെ ഒന്നായി വിവിധ സംഘടനകൾ മാറി മാറി സമരമായി ഇവിടേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആദ്യം ഇവിടേക്ക് എത്തിയത് ആം ആദ്മി പാർട്ടിയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ സമരം പുരോഗമിക്കുന്നതിനിടെയാണ് MSF പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. MSF പ്രവർത്തകർ ഇവിടേക്ക് എത്തിയതിനു ശേഷം പിന്നീട് വലിയ നിലയിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് റോഡ് MG റോഡ് ഉപരോധിച്ച് ഏറെ സമയം MG റോഡ് MSF പ്രവർത്തകർ ഉപരോധിക്കുന്നതിനിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി. പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് പോലീസിന് ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുമെന്ന് കരുതിയത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണെങ്കിൽ അതിനേക്കാൾ വലിയ നിലയിൽ പോലീസിനെ നിയന്ത്രിക്കാൻ പാടുപെട്ടത് മഹിളാ കോൺഗ്രസിനെ ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഏറ്റുമുട്ടി. ഒരു തവണ പ്രവർത്തകരെ പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു. CBI അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ നിരാഹാര സമരത്തിലാണ്. നിരാഹാര സമരം ഇപ്പോൾ അവിടെ രണ്ടാം ദിവസം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധമെത്തി. ഇന്നലെ KSUവിന്റെ പ്രതിഷേധ സമരം കണ്ടിരുന്നു. പോലീസ് പലയാവർത്തി ജലപീരങ്കി പ്രയോഗമൊക്കെ നടത്തി. ചെറിയ തോതിൽ ലാത്തിചാർജ് അടക്കം ഇന്നലെ KSU മാർച്ചിനെതിരെ ഉണ്ടായിരുന്നു. ജലപീരങ്കി പ്രയോഗത്തിൽ പിരിഞ്ഞു പോകാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചു. പക്ഷേ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് കുറച്ചുകൂടി വീര്യത്തോടുകൂടി പോലീസിനെ നേരിട്ട സമരമാർഗത്തിലേക്ക് കടന്നത്. എന്തായാലും വലിയ പ്രകോപനം പോലീസിനെതിരെ ഉണ്ടായെങ്കിൽ കൂടി ആ പ്രകോപനത്തിന് ആനുപാതികമായ ഒരു റിറ്റാലിയേഷൻ പോലീസിൽ നിന്നുണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധക്കാരോട് ഒരു കയ്യാങ്കളെ ചെറുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ ലാത്തിച്ചാർജിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല. എന്തായാലും പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ തെരുവിൽ വലിയ പ്രതിഷേധം കാഴ്ചവെക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. അതിൻ്റെ തുടർച്ചയിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും മാർച്ച്. ഏകദേശം 2 മണിക്കൂറോളം ഏതാണ്ട് ഒരു യുദ്ധക്കളം, തെരുവ് യുദ്ധക്കളം എന്ന് കൃത്യമായി തന്നെ പറയാവുന്ന തരത്തിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ അളവിൽ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പോലീസിൻ്റെ ജലപീരങ്കിക്ക് മുന്നിൽ കയറി നിന്ന് അടക്കമുള്ള ഈ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരരീതിയിൽ കാണുന്നത് പോലെയുള്ള കാഴ്ചകൾ ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടു. അതിനിടയിൽ
ഇവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. കോടതി വരാന്തയിൽ പോലീസ് കയറി. നേരത്തെ അവരുടെ കോതമംഗലത്തെ പ്രതിഷേധത്തെ തുടർന്ന് അവരുടെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് വേറൊരു കേസ്. അപ്പോൾ ആ കേസിൽ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതേ കോടതിയിൽ തന്നെ ഷിയാസ് നീങ്ങുന്നു. അങ്ങനെ അത്യധികം നാടകീയ നീക്കങ്ങൾ അവിടെ കോടതിയിൽ നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ശ്രീകാന്തിനോട് ചോദിക്കുകയും ചെയ്യാം. ഭയപ്പാടിൽ മലയോര ജീവിതങ്ങൾ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ ഉന്നതാധികാര സമിതിക്ക് മന്ത്രിസഭ രൂപം നൽകി. മുഖ്യമന്ത്രി ചെയർമാനും വനം മന്ത്രി വൈസ് ചെയർമാനുമായുള്ള സമിതിയെ മന്ത്രിസഭാ യോഗമാണ് നിശ്ചയിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനിയിൽ രംഗത്തെത്തി. വിവരങ്ങളുമായി ദീപക് ധർമ്മടം. ദീപക്, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം അടുപ്പിച്ചടുപ്പിച്ച് വന്യജീവി ആക്രമണങ്ങൾ, മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാനാണ് സർക്കാർ ആലോചന? അടിയന്തരമായി സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ദീപക്? കാശ്മീർ അടിയന്തരമായി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സംസ്ഥാനത്തെ വനാതിർത്തി വന്യമേഖലയിൽ വന്യജീവി ആക്രമണം അതിരൂക്ഷമാവുന്നു, ദിവസേന ആൾക്കാർ അക്രമത്തിനിരയാകുന്നു, മരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഔട്ട് ഓഫ് അജണ്ടയായി തന്നെ ഇന്നത്തെ ക്യാബിനറ്റിൽ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം മാറ്റലൊക്കെ സമയമെടുക്കുന്നതാണ്. പക്ഷേ എന്നാൽ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കർഷകർക്ക് സുരക്ഷയൊരുക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ആലോചിക്കുകയും കർശനമായി അടിയന്തര സ്വഭാവത്തിലുള്ള നടപടിയെടുക്കാൻ വേണ്ടിയാണ് ഒരു ഉന്നതാധികാര സമിതിയെ തീരുമാനിക്കാൻ വേണ്ടി. കാരണം ഇതിനെ ക്യാബിനറ്റ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി ചെയർമാനായുള്ള ആ സമിതിക്ക് പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം കിട്ടുന്നു. അപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ കർഷകർക്ക് ആശ്വാസമാകുന്ന ഒരു അടിയന്തര നടപടിയായി വേണം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ. പക്ഷേ എന്നാൽ ഈ സംസ്ഥാനത്തിൻ്റെ വനാതിർത്തിയിൽ പ്രത്യേകിച്ച് കക്കയത്തും അതുപോലെ എല്ലാ മേഖലകളിലും നമ്മളിപ്പോൾ പ്രതിഷേധം ശക്തമാവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പ്രതിഷേധ അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് കക്കയത്ത് കരിയാത്തുംപാറയിൽ തീയിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ പോകരുത് എന്നുള്ളതാണ് വനമന്ത്രി ഉൾപ്പെടെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ജനം പ്രതിഷേധിക്കുകയാണ്, പൊറുതിമുട്ടി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ, വനമന്ത്രി വൈസ് ചെയർമാനായ ഒരു ഉന്നതാധികാര സമിതി വരുമ്പോൾ അടിയന്തരമായി ചെയ്യാവുന്ന നടപടികൾ, അതായത് ഈ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ, കർഷകരെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് സമിതി. ഏതായാലും ഇന്ന് 2:30 മണിക്ക് വനം മന്ത്രി, ഇന്നത്തെ ക്യാബിനറ്റിൽ വനമന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ചികിത്സയിലാണ്. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വനമന്ത്രി ഓൺലൈനിൽ വിളിച്ചിരിക്കുന്നു. ആ യോഗത്തോടു കൂടി തന്നെ ഇതിൽ ഒരു വ്യക്തത വരും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഹാഷ്മി. ഓക്കെ ദീപക്, നമ്മുടെ ദീപക്, അപ്പോൾ സംസ്ഥാന പുരസ്കാരത്തിന് ആശംസകൾ ചെലവുണ്ട്. താങ്ക് യു. തീർച്ചയായും ചെലവ് ചെയ്യാം. താങ്ക് യു ഹാഷ്മി. ഓക്കെ ദീപക്. അപ്പോൾ അതാണ്. അപ്പോൾ അടിയന്തരമായി എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നോ തുടങ്ങിയതല്ല, ഇത് കാലങ്ങളായി തുടരുന്നതാണ്. കാലങ്ങളായി തുടരുന്നു പറഞ്ഞാൽ വെറും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങൽ മാത്രമല്ല, അടുപ്പിച്ചടുപ്പിച്ച് മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്ന അങ്ങേയറ്റം ദുരിതപൂർണമായ, അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചകൾ കൂടെ ഒരുപക്ഷെ കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലൊരു അടുപ്പിച്ചടുപ്പിച്ചുള്ള കൊലപാതകങ്ങൾ, അങ്ങനെ തന്നെ പറയണമല്ലോ അല്ലേ, കാട്ടാനയും കാട്ടുപോത്തൊക്കെ ഇത്തരത്തിൽ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തു ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഇപ്പോഴും ആലോചിക്കട്ടെ. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വനം വകുപ്പ് RRT സംഘം എത്തി ആനയെ തുരത്തി. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. അതിരപ്പള്ളിയിൽ കോൺഗ്രസ് കരിദിനം ആചരിച്ചു. ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സലയെ കാട്ടാന കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം 10:30 വാച്ചുമരം കോളനിയിലെത്തിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. വനവകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇന്ന് രാവിലെയും അതിരപ്പള്ളി ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. റോഡിലേക്കെത്തിയ കാട്ടാനകളെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചു.
ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അരമണിക്കൂറോളം നേരം ചാലക്കുടി അതിരപ്പിള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ വിഷയം ചർച്ച ചെയ്യാൻ ചാലക്കുടി വാഴച്ചാൽ DFOമാർ സംയുക്ത യോഗം വിളിച്ചു. 24 തൃശൂർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറേയധികം പ്രേക്ഷകരുടെ കമന്റുകൾ പറയുന്നുണ്ട്, ഞാനൊന്നും വായിച്ചില്ല കേട്ടോ. സജീവ് TV പറയുന്നു, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് വരുതിയിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നയം പൊളിച്ച കോടതിക്ക് അഭിനന്ദനങ്ങളെന്ന് സജീവ് TV പറയുന്നു. ഒരു ഉറപ്പായും പൊളിറ്റിക്കൽ കമന്റാണ്. ബൈജു വർഗീസ് പറയുന്നു, അർഹതയുണ്ട്, കയ്യിലിരിക്കട്ടെ, തന്ന പണം എന്തിന് ചെലവാക്കിയെന്നത് ക്ലിയർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, എന്താണ്, ജിജിൻ, കിട്ടുന്ന തുച്ഛമായ പെൻഷൻ കൊണ്ട് മരുന്നെങ്കിലും വാങ്ങിയിരുന്ന പല ജീവിതങ്ങളും ദുരിതപൂർണ്ണമാണ്, പെൻഷൻ കൊടുക്കൂ സർക്കാരെ എന്ന് പറയുന്നുണ്ട്. വേറൊരു പക്ഷം പറയുന്നു, അഖിൽ പ്രകാശ്, ഇത് താൻ കേരളം എന്ന് പറയുന്നവർ ഓർക്കണം, ഈ കടമെടുക്കുന്ന ബാധ്യത ഫുൾ നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ തലയിലാണ് വരുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നമ്മൾ വ്യക്തികൾ കടം വാങ്ങുന്നത് പോലെ അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല. അതിൻ്റെ ഭരണ സംവിധാനത്തിൽ അനിവാര്യമായ ഒന്നാണ്. അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും. അപ്പോൾ കടമെടുപ്പ് എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. നമ്മൾ കേവലം വ്യക്തികൾ കടം വാങ്ങി കടത്തിൽ മുങ്ങുന്നത് പോലെ അതിനെ അങ്ങനെ കാണാനും കഴിയില്ല. കാര്യം അതിന് അനിവാര്യമായൊരു ഘടകമാണ് എന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും കടം എടുപ്പും അല്ലെങ്കിൽ അതിൻ്റെ കടമെടുപ്പ് നിരക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുകയും ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല കേട്ടോ അത്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുമതി നൽകില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ചെയർമാനായി ഉന്നത സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി, കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുക, പ്രതിരോധ വേലി തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അബ്രഹാമിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അനുകൂല തീരുമാനമുണ്ടാകാതെ പോസ്റ്റ്മോർട്ടത്തിന് അനുമതി നൽകില്ലെന്ന് ജനപ്രതിനിധികളും ബന്ധുക്കളും അറിയിച്ചതോടെ നടപടികൾ വൈകുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ, ഇൻക്വസ്റ്റ് നടക്കണമെങ്കിൽ 12 മണിക്ക് ചേരുന്ന യോഗത്തിൽ തീരുമാനം പറയണം, എന്താണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തോട് സഹകരിക്കൂ, ഇൻക്വസ്റ്റോട് സഹകരിക്കൂ. ഒന്ന്, വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് എളമരം കരീം MP. ആക്രമികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അധികാരമില്ല. 1972 വന നിയമം അനുസരിച്ച് കർശനമായ വിലക്കുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പലപ്പോഴായി കേരളം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴായി വനമന്ത്രിയെ കണ്ടതാണ്. പക്ഷെ വനസംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു നയമുള്ളതുകൊണ്ട് മാറ്റം വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. കേന്ദ്രം അനുമതി നൽകിയിട്ടും കേരള സർക്കാരാണ് വീഴ്ച വരുത്തുന്നത് എന്നായിരുന്നു BJP നേതാവ് MT രമേശിന്റെ മറുപടി. വന്യജീവി ആക്രമണം മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. ഉന്നതാധികാര സമിതി രൂപീകരിക്കാനാണ് തീരുമാനം. അക്രമകാരിയായ കാട്ടുപോത്തിനെ മയക്കുവെടിവെക്കാൻ ദൌത്യസംഘം കക്കയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് LDFും UDFും കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. 24 കോഴിക്കോട്. മലപ്പുറം മഞ്ചേരി എന്ന് പറഞ്ഞാൽ ഈ വാർത്തകൾ തുടർച്ച ഈ വാർത്തകൾ അവസാനിക്കില്ലേ എന്ന് തോന്നുമട്ടിലാണ് തുടർച്ച. മലപ്പുറം മഞ്ചേരി കാരക്കുന്നിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പഴയടം തടിയമ്പുറത്ത് ഷെഫീഖാണ് മരിച്ചത്. പാലക്കാട് മലമ്പുഴ കവയിൽ ഡാമിൽ വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചളിയിലകപ്പെട്ടു. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആനയെ കാടുകയറ്റാനായത്. മഞ്ചേരി കാരക്കുന്ന് ആലിങ്ങലിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മഞ്ചേരി പഴയടം തടിയമ്പുറത്ത് ഷെഫീഖാണ് മരിച്ചത്. ഗൾഫിൽ പോകുന്ന ഭാര്യ സഹോദരനെ യാത്രയാക്കാൻ പോകുമ്പോഴാണ് ഷെഫീഖ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് നിരന്തരം കാട്ടുപന്നി ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. മലമ്പുഴ കവയിൽ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിക്കുളത്തിൽ അകപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 2 മണിക്കൂറോളം ചെളിയിൽ അകപ്പെട്ട കൊമ്പനെ ഒടുവിൽ കാട് കയറ്റി. ജലാശയത്തിൽ വെള്ളം കുറവായതിനാൽ കൂടുതൽ അടുത്തേക്ക് പോയതിനാലാണ് ചെളിയിലകപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് കരയിലേക്ക് കയറാനായില്ല. തുടർന്ന് വനംവകുപ്പ് RRT സംഘവും മലമ്പുഴ എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2 മണിക്കൂറോളം ചളിയിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ആനയെ കരക്കെത്തിക്കാനായത്. രക്ഷപ്പെടുത്തിയ ആന പിന്നീട് കാട് കയറി. കണ്ണാടി വടക്കുംമുറിയിൽ ലോറിയിൽ നിന്ന് വിരണ്ടോടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അക്കരമേൽ ശേഖരൻ എന്ന നാട്ടാനയ്ക്ക് 15 ദിവസത്തെ വിലക്കേർപ്പെടുത്തി. 15 ദിവസത്തേക്ക് ആനയെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കരുതെന്നാണ് വനംവകുപ്പ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ആനയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആനയ്ക്ക് മദപ്പാടില്ലെന്നായിരുന്നു പരിശോധനാ റിപ്പോർട്ട്. ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ശേഖരൻ 2.5 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. 24 പാലക്കാട്.
ഷൈനി റഷീദ് പറയുകയാണ് മനുഷ്യൻ കാട് കയറുന്നത് കൊണ്ട് നാട് കയ്യേറിയേക്കാവുന്ന വന്യമൃഗങ്ങൾ തീരുമാനിച്ചു കാണുമെന്ന് പറയുകയാണ്. ഇതൊക്കെ തെറ്റാണ്. മനുഷ്യൻ കാട് കയറുന്നതൊന്നും അല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രശ്നമൊക്കെ വേറെയാണ്. ഇപ്പോൾ എന്താണ് വന്യജീവികളുടെ എണ്ണമൊക്കെ വല്ലാതെ കൂടുന്നത് കണക്കിൽ തന്നെ. അതിപ്പോൾ കാട്ടാനയാവട്ടെ, കാട്ടുപോത്താവട്ടെ, കടുവയാവട്ടെ, പുലിയാവട്ടെ, എണ്ണം വല്ലാതെ കൂടുന്നു എന്നതൊക്കെയുള്ള കൃത്യമായ കണക്കുകളുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ കാട് കയറുന്നു എന്നുള്ള പഴയ ക്ലീഷേ ഡയലോഗൊന്നും പറയരുത്. അത്രയും നമ്മൾ ഇൻസെൻസിറ്റീവായി പോകാനും പാടില്ല. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:28:39 സംഘർഷഭരിത വാർത്താ ദിവസമാണ്. കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കവുമായി പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. പൊതുമുതൽ നശിപ്പിച്ചതിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് ലഭിച്ച പുതിയ പരാതിയിലാണ് അറസ്റ്റെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും കോടതി മുറിക്കുള്ളിൽ കയറി. കോടതി വളപ്പിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ്. ഏത് രീതിയിൽ അതിനെ പ്രതിപക്ഷം കാണുന്നു? ഇതുമെന്നാണ് ഒരു കേസിൽ കസ്റ്റഡി അപേക്ഷ നിരസിക്കപ്പെടുന്നു, ഉടൻ തന്നെ അടുത്ത കേസുമായി എത്തുകയാണ് പോലീസ്. അങ്ങനെയല്ലേ ശ്രീകാന്ത്? പോലീസിന്റെ ഭാഗത്തുനിന്നും പകപോക്കൽ നടപടി എന്ന പോലെയാണ് ഈ കാര്യങ്ങളെ കാണാൻ സാധിച്ചത്. കാരണം ഇന്ന് 2 കേസുകളിൽ മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും ജാമ്യം കോടതി അനുവദിച്ച മറ്റ് കുറ്റങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോതമംഗലത്ത് വീണ്ടും നാടകീയ നീക്കം പോലീസ് നടത്തുകയാണ്. ശ്രീകാന്ത്, എന്തോ ഒരു ഓഡിയോ പ്രശ്നമുണ്ട്, അല്പസമയം പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു, കസ്റ്റഡി അപേക്ഷ നിരസിച്ച് ജാമ്യം അനുവദിച്ചിരുന്നു. നേരത്തെ ഇടക്കാല ജാമ്യം നൽകിയതാണ് കോതമംഗലത്തെ സംഘർഷങ്ങളും ബന്ധപ്പെട്ട് മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നൊക്കെയുള്ള കേസുകളിൽ. എന്താണ് അവിടെ സംഘർഷം അതിരുവിട്ടൊന്നും ശരിയാണ്, പക്ഷേ അത് കസ്റ്റഡിയിൽ വെക്കാനുള്ള മതിയായ കാരണമാവുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ജാമ്യം അനുവദിച്ചത് തൊട്ടു പിന്നാലെയാണ് പോലീസ് വീണ്ടും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കോടതിയിലെത്തിയത്. വീണ്ടും കോടതിയിലേക്ക് തിരിച്ചു കയറി മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും. പുതിയ കേസിൽ ആരെ കൊടുത്ത പൊതുമുതൽ നശിപ്പിച്ചത് പുതിയ കേസ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശ്രീകാന്ത്, ഇപ്പോഴും അവിടെ പോലീസ് സന്നാഹം നിൽക്കുകയാണോ? കുഴൽനാടനും ഷിയാസും എവിടെയാണ്? അപ്പോൾ അത് പ്രശ്നമാണ്, ഓഡിയോ പ്രശ്നമാണ്, പരിഹരിക്കാൻ കഴിയുന്നത്. അവിടെ വലിയ തിരക്കിലൊക്കെ നിൽക്കുകയാണ് ശ്രീകാന്ത്, അതുകൊണ്ടാവണം. എന്തായാലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കോടതി വരാന്തയിലേക്ക് പോലീസ് കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതുമുതൽ PDPP വകുപ്പ് ചുമത്തിയ പൊതുമുതൽ നശിപ്പിക്കൽ കേസിലാണ് പുതിയ അറസ്റ്റ് എന്ന് പറയുന്നു. അത് രാഷ്ട്രീയ പകപോക്കലെന്ന് ആരോപിക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് കൊച്ചിയിലാണ്. ഈ സമരം നടക്കുന്നത് കൊച്ചിയിലാണ്. KSUവിൻ്റെ മാർച്ചാണ്. KSUവിൻ്റെ മാർച്ചിനെതിരാണ് ജലപീരങ്കി. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ഇത് പൂക്കോട്ടെ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ചുള്ള അതിൻ്റെ കവറപ്പിൽ അല്ലെങ്കിൽ അത് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഷേധിച്ചാണ് KSUവിൻ്റെ മാർച്ച് തന്നെ മനസ്സിലാക്കുന്നത്. നേരത്തെ സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിരുന്നു. കൊച്ചിയിലാണിപ്പോൾ KSUവിൻ്റെ സമരം. എബിനാണ് വിവരങ്ങൾ വെച്ചത്. എബിൻ, സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ തന്നെയല്ലേ കൊച്ചിയിലെ സമരവും? എബിൻ ജോസാണ് ആ വാർത്തയോട് വിവരങ്ങൾ വെച്ചിരുന്നത്. എബിൻ, ഇത് കൊച്ചിയിലെ KSUവിൻ്റെ പ്രതിഷേധം എന്തിനാണ്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണോ ഈ സമരം? KSUവിന്റെ പ്രതിഷേധം ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പോലീസ്. നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. ആദ്യം ഉദ്ഘാടന പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. ഇതിനു നേരെയാണ് ഇപ്പോൾ രണ്ട് തവണയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിനുശേഷവും പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. ഏതായാലും പ്രവർത്തകർ ഇനിയും പിരിഞ്ഞു പോയിട്ടില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. വലിയ ഉണ്ട്. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KSUവിന്റെ മാർച്ച്. അതോടൊപ്പം തന്നെ മുഴുവൻ SFI പ്രവർത്തകരെ, ഈ കേസിൽ കുറ്റവാളികളായ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു KSUവിന്റെ ആവശ്യം. ഇപ്പോൾ 3ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്.
ഇടയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു. ജലപീരങ്കി പ്രയോഗം പരാവർത്തി ഉണ്ടായി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമെന്ന് കൃത്യമായി തന്നെ പറയാം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പോലീസുകാർക്ക് നേരെ 2-3 തവണ ജലപീരങ്കി പ്രയോഗത്തിൽ നമ്മൾ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എബിൻ ചേരുന്നു. എബിൻ, ഇപ്പോഴും സംഘർഷഭരിതമായി തന്നെ അവിടെ തുടരുകയാണോ? പോലീസ് എന്തായാലും ജലപീരങ്കിക്ക് അപ്പുറമുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല അല്ലേ? സമീപം ബാധിക്കാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനാണ് ശ്രമം. ഈ സമരം ശാന്തമായ രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അതിനുശേഷം പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാനും അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ ഏതാണ്ട് പ്രതിഷേധ മൂഡിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രതിഷേധം കണ്ടു. കൊച്ചിയിലാണ് KSUവിന്റെ പ്രതിഷേധം. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ട് പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ച അടക്കമുള്ള നീക്കങ്ങളുമായി തെരുവിൽ പ്രതിഷേധത്തിലാണ്. അപ്പോൾ പ്രതിഷേധങ്ങൾ അങ്ങനെ തുടരട്ടെ. പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടുന്നതിനിടെ കിണറ്റിൽ വീണ എലിസബത്ത് ആശുപത്രി വിട്ടു. കഴുത്തപ്പം വെള്ളത്തിൽ ഒരു ദിവസത്തോളമാണ് എലിസബത്ത് കിണറ്റിൽ കഴിഞ്ഞത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എലിസബത്തിനെ സന്ദർശിച്ചു. വേറൊരാളുടെ വസ്തുവാകും, ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കിണറുമാണ്. അവിടെ ചെന്ന് പോച്ച പറിക്കാനായിട്ട് പോകുന്ന സമയത്താണ് പന്നിയെ കാണുന്നത്. പന്നിയെ കണ്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞ് പോരുന്ന സമയത്ത് ഇത് കൂടെ വന്ന് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുവാന്ന് കണ്ടപ്പോൾ ഞാൻ കുനിഞ്ഞ് എന്തെങ്കിലും ഒന്ന് എടുക്കാമല്ലോ എന്നും പറഞ്ഞ് കുനിഞ്ഞപ്പോഴാണ് അടുത്ത് വന്ന് എന്നെ ഈ തോള് സൈഡിലോട്ട് അമക്കി വെച്ചു. പശുവിന് പുല്ലു ചെത്തുന്നതിനിടെ തിങ്കളാഴ്ച 3 മണിയോടെയാണ് പരുത്തിപ്പാറ സ്വദേശി എലിസബത്ത് ബാബുവിനെ കാട്ടുപന്നി ആക്രമിക്കുന്നത്. ഇടിയേറ്റ് വീണ എലിസബത്ത് പ്രാണരക്ഷാർത്ഥം കിണറിന് മുകളിൽ കയറുന്നതിനിടെ കാൽ തെറ്റി കിണറ്റിൽ വീഴുകയായിരുന്നു. പുറകോട്ട് പോയ സമയം കൊണ്ട് ഞാൻ ആ കിണറിൻ്റെ തിട്ടേ കയറിയപ്പം ഈ കിണറിൻ്റെ സൈഡിലെല്ലാം ഈ ഒന്നും ചാടാതിരിക്കാനെ കൊണ്ട് കുറേ പലകകൾ പറക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് വീണ്ടും വരുമെന്നുള്ള ഇതിലായപ്പോൾ ഞാൻ ആ പലകയിൽ ചവിട്ടിയത് എനിക്കറിയാം. പിന്നെ താഴോട്ട് പോവുക. രാത്രി വൈകിയെത്തിയ ഭർത്താവ് ബാബു തിരച്ചിൽ നടത്തിയെങ്കിലും എലിസബത്തിനെ കണ്ടെത്താനായില്ല. പിറ്റേ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കിണറ്റിനുള്ളിൽ എലിസബത്തിനെ കണ്ടെത്തിയത്. തന്നെ സന്ദർശിക്കാനെത്തിയ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനോട് പ്രദേശത്തെ കാട്ടുപന്നി ശല്യം എലിസബത്ത് ഉന്നയിച്ചു. ലൈസൻസ്ഡുള്ള തോക്ക് കൈവശമുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ ശേഖരിക്കുകയുണ്ടായി. എവിടെയാണോ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ അവരെ വിളിച്ചാൽ അവർ ഇത്തരം വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് പന്നി ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുമതിയും കൊടുത്തിട്ടുണ്ട്. കാട്ടുപന്നികളെ തുരത്താൻ നടപടി സ്വീകരിക്കാൻ വനപാലകർക്ക് നിർദ്ദേശം നൽകിയെന്ന സ്ഥലം MLA കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. വിദഗ്ധ പരിശോധനകൾക്കു ശേഷം രാവിലെ തന്നെ എലിസബത്ത് ആശുപത്രി വിട്ടു. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. എന്ന് പറഞ്ഞാൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് 24 മണിക്കൂർ ഒരു കിണറ്റിലിങ്ങനെ കഴുത്ത വെള്ളത്തിൽ നിൽക്കേണ്ടി വന്നതാണ്. അതുവരെ വിളിക്കുന്നു, ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു വലിയ സംഭവമാണ് എന്തായാലും. മറിയം ഷാജി പറയുന്നു, ഹാഷ്മി എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു മരണം സിദ്ധാർത്ഥൻ്റെതാണ്. ആ അമ്മയ്ക്ക് നീതി വേണ്ടേ ഹാഷ്മി? ഉറപ്പായും എന്നെ നമ്മൾ മനസാക്ഷിയുള്ള എല്ലാവരെയും വേദനിപ്പിച്ച ഒരു മരണമാണത്. ഉറപ്പായും ആ അമ്മയ്ക്കും അച്ഛനും നീതി വേണമെന്നൊരു തർക്കവുമില്ല. മറിയം. കോതമംഗലം നേരത്തെ കയറിയ വാർത്തയാണ്. നാടകീയ നീക്കവുമായി പോലീസ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. വിവരങ്ങളുമായി ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, പോലീസ് ഇപ്പോഴും അവിടെ തുടരുകയാണോ? കുഴൽനാടനും ഷിയാസും എവിടെയാണിപ്പോൾ? എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും കൊണ്ടേ പോകൂ എന്ന നിലപാടിൽ തന്നെയാണ് നിലവിലിപ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം കോടതി പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ കോടതി വരാന്തയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ മുഹമ്മദ് ഷിയാസുമുണ്ട്. ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നേരത്തെ 2 കേസുകളിൽ മുഹമ്മദ് ഷിയാസിന് കുഴൽനാടനും അടക്കമുള്ളവർക്ക്, മാത്യു കുഴൽനാടനും അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടിയിരുന്നു. പക്ഷേ മറ്റൊരു കേസ് ഇതിനിടയിലാണ് വരുന്നത്. അതായത് ഒരു PDPP കേസാണ്. പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഒപ്പം തന്നെ അതിലൊരു തെഫ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു എന്നുള്ളത് കൂടിയാണ് മറ്റൊരു കുറ്റമായി ഉയർത്തിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ഇതിലൊരു കൗതുകകരമായ കാര്യം കൂടിയുള്ളത്,
നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുമ്പോൾ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടത്തിയത് മുഹമ്മദ് ഷിയാസ് ആണ്. ആ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് മുഹമ്മദ് ഷിയാസിനെ കൃത്യമായി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു. പിന്നീട് ഈ ഉപവാസ സമരം നടക്കുമ്പോഴും പോലീസ് ആദ്യം ലക്ഷ്യമിട്ടതും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതും മുഹമ്മദ് ഷിയാസിനെയാണ്. പിന്നീട് നമ്മൾ കണ്ടതാണ് അർദ്ധരാത്രി കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കാഴ്ചയും കണ്ടു. ഇന്നിപ്പോൾ അത്യന്തം നാടകീയമായി 2 കേസുകളിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പോലീസ് നാടകീയ നീക്കമാണ്. ഇപ്പോൾ ഒരു മിനിറ്റ് ശ്രീകാന്ത്, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രതികരണം. കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം. അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മറ്റ് ഒരു ചർച്ചയും ഈ കോടതിയുടെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഈ കേസിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചോ ഈ സമയത്ത് ഞാൻ പറയുന്നത് ഉചിതമായിരിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതിനകത്ത് ഇതൊരു വിവാദം ഒന്നും ഉണ്ടാവേണ്ട തരത്തിലേക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ മാർച്ച് മാസവും ഫെബ്രുവരി മാസവും അടക്കമുള്ള ജനുവരി ഫെബ്രുവരി മാസത്തിലെ ക്വാർട്ടറിൽ സാധാരണഗതി നമ്മുടെ കണക്കനുസരിച്ച് കിട്ടേണ്ട തുകയാണത്. ആ തുക ഉണ്ടെങ്കിലും നമുക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊരു പുതിയൊരു തുക കിട്ടിയതല്ല. ഈ വർഷം കിട്ടേണ്ട തുകയാണ്. ആ തുക കിട്ടുന്നതിന് ഉള്ള തടസ്സം നീങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. ബാക്കി കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഒരു പ്രതികരണമായിട്ട് പറയാനുള്ളൂ. പക്ഷെ ഇത്ര ഒരു പ്രതികരണത്തിൽ നിങ്ങളടുത്ത് ഇത്ര ഒരു കാര്യം പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അല്ല മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ പറയാം. ശമ്പള പ്രതിസന്ധി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളൂ. അതും ഇതുമായിട്ട് കൂട്ടണ്ട. അത് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ധാരാളം പണം വേണ്ട ആവശ്യമുണ്ട്. ശമ്പളത്തിന്റെ കാര്യത്തിലും പെൻഷന്റെ കാര്യത്തിനകത്തും ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ധാരണ അനുസരിച്ച് ഇന്നുകൊണ്ട് ഒക്കെ മിക്കവാറും അല്ലെങ്കിൽ അതിനകത്ത് സാധാരണ 1, 2, 3, 4 തീയതികളിലാണ് ശമ്പളം പോകുന്നത്. ഇതിപ്പോ അതിനകത്തൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊന്നും പരാതി പറയുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആ ശമ്പളവും പെൻഷനും എല്ലാം കിട്ടുന്നതിന് തടസ്സമില്ല. കിട്ടിക്കൊണ്ടിരിക്കും. മിക്കവാറും ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ടാവണം. ശമ്പളത്തിന് നിയന്ത്രണം ഇല്ലല്ലോ, പെൻഷന് നിയന്ത്രണം ഇല്ലല്ലോ. ശമ്പളത്തിനും പെൻഷനും നിയന്ത്രണം ഇല്ലാന്ന് പറഞ്ഞു. അതിനകത്ത് ട്രഷറിയിൽ നിന്നോ എടുക്കുന്നതിനോ ഒന്നും അങ്ങനത്തെ നിയന്ത്രണം ഇല്ല. അത് നേരത്തെ പറഞ്ഞു. പക്ഷെ അങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് കാണണം. നമുക്കൊരു 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ ഒരു ചെറിയ 1ാമത്തെ ദിവസം ബാക്കി അവധിയായിരുന്നു. അതുകൊണ്ട് ആ ദിവസം ഉണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി നിങ്ങളുടെ അടുത്ത് തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. നിങ്ങളുടെ അടുത്ത് തന്നെ കാര്യം വിളിച്ചു പറഞ്ഞാണ്. അതിനകത്ത് വേറെ ബുദ്ധിമുട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതിനകത്ത് ഈ പ്രതിസന്ധി കാര്യം പറയുന്നത്? ഒരു നല്ല കാര്യം ക്ഷീണമുള്ളവർ അകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ നമുക്കിപ്പോ ഇതൊരു ശുഭകരമായ കാര്യമാണ്. സംസ്ഥാനവും കേന്ദ്രവും എല്ലാം സഹകരിച്ച് ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിനകത്ത് ഇതാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമൊന്നും അല്ലാതെ വേറൊരു വിവാദത്തും ഇല്ല. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് വിവാദമുണ്ടാക്കരുതെന്ന് കോടതി പറഞ്ഞു. ശുഭകരമായ കാര്യമാണ് കോടതി തീരുമാനം. പിന്നെ ഈ 13,600 കോടി ഈ വർഷം തന്നെ എടുക്കുന്നതിന് കേസിന് പോയ തടസ്സമാകരുതെന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല ഇത് പുതിയതായി തരുന്ന പണമല്ല, ഇത് സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണമാണ്. അത് കിട്ടുന്ന തടസ്സം മാറി. സന്തോഷം എന്ന കാര്യം പറയുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രതിസന്ധി നീങ്ങുന്നതിൽ സന്തോഷം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരും മുൻപ് മാർക്കറ്റ് വ്യൂ ക്രിസ്റ്റീന ചെറിയാൻ ചേരും. ക്രിസ്റ്റീനയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ഇടിവ് തുടരുന്നു. സെൻസെക്സ് 160 പോയിന്റ് താഴ്ന്നു. IT, റിയൽറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, മീഡിയ, ഫാർമ ഓഹരികൾ ഇടിവിൽ. പൊതുമേഖലാ ബാങ്ക് ഓഹരികൾക്കും നഷ്ടം. സൊമാറ്റോ ഓഹരി വിലയിൽ 5% കുറവ്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 47,760 രൂപ. ഒന്നിലധികം കാർഡ് നെറ്റ്വർക്കുകൾ തെരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കണമെന്ന് ബാങ്കുകൾക്ക് RBI നിർദ്ദേശം. വിവിധ കാർഡ് നെറ്റ്വർക്കുകളിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകണമെന്ന് RBI. നിലവിലുള്ള കാർഡ് ഉടമകൾക്ക് അടുത്ത പുതുക്കൽ സമയത്ത് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകണമെന്നും നിർദ്ദേശം.
2 സൈബർ സുരക്ഷാ ആപ്പുകളിൽ ഗുരുതരമായ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തി സർട്ടിൻ. USB പ്രതിരോധിന്റെയും ആപ്പ് സംവിധിന്റെയും അൽഗോരിതത്തിൽ പിഴവുണ്ടെന്ന് കണ്ടെത്തൽ. 2 ആപ്പുകളും വികസിപ്പിച്ചത് CDAC. മുന്നറിയിപ്പ്: സർക്കാർ വെബ്സൈറ്റുകൾ, ഇമെയിൽ ഐഡികൾ, ഡേറ്റാബേസുകൾ എന്നിവ സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ. RBI നിയന്ത്രണങ്ങൾക്കിടെ പേടിഎമ്മിന്റെ UPI ഇടപാടുകളിൽ കുറവ്. ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയത് 7.6% കുറവ്. ഫെബ്രുവരിയിൽ ദിവസങ്ങളുടെ എണ്ണം കുറവായതിനാൽ മൊത്തം ഇടപാടുകളുടെ എണ്ണത്തിലും ഇടിവുണ്ടായെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ. പഞ്ചാബ് നാഷണൽ ബാങ്കും ഈസ് മൈ ട്രിപ്പും ചേർന്ന് ട്രാവൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കി. 100-ലേറെ രാജ്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന കാർഡിന്റെ വാർഷിക മെമ്പർഷിപ്പ് ഫീ 2000 രൂപ. കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഹോട്ടലുകളിലും ഹോളിഡേ പാക്കേജുകളിലും അടക്കം ആനുകൂല്യങ്ങൾ. കോവിഡിന് ശേഷം കേരള ടൂറിസം ഉണർവിലാണെന്ന വാർത്ത വരുന്നുണ്ട്. വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2023-ൽ 2.18 കോടി ആഭ്യന്തര സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത്. ഏറ്റവും അധികം ആഭ്യന്തര സഞ്ചാരികൾ എത്തിയത് എറണാകുളത്താണ്. അതേസമയം ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ എണ്ണം മുൻവർഷത്തെ 3.45 ലക്ഷം എന്നതിൽ നിന്ന് ഏകദേശം ഇരട്ടിയായിരിക്കുന്നു. അത് 6.49 ലക്ഷമായി മാറിയിരിക്കുന്നു. ഇനി ഓഹരി വിപണികളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപണികൾ ഇന്ന് ഒന്ന് തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഒരു നേരിയ ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 20 പോയിന്റ് ഇടിഞ്ഞ് 22,336 വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു കയറ്റത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. 124 പോയിന്റ് കൂടി 73,820 വ്യാപാരം നടക്കുന്നത്. ആ കയറ്റം അല്പം കൂടിയിട്ടുണ്ട്. 148 പോയിന്റായിട്ട് ഉയർന്നിട്ടുണ്ട്. നമ്മോടൊപ്പം ഇൻട്രാഡേ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിനായി അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS ആണ്. ശ്രീ പോൾ തോമസ്, ഇന്ന് ഒരു ചാഞ്ചാട്ടമാണ് വിപണിയിൽ. രാവിലെ ഒരു നേരിയ ഇടിവ്, അതിനുശേഷം ഒരു തിരിച്ചുകയറ്റം, വീണ്ടും ഒരു നേരിയ ഇടിവ്. ഇപ്പോൾ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം ദൃശ്യമാകുന്നു. എങ്ങനെയാണ് ട്രെൻഡ്? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ചെറിയൊരു ഇടിവിലായിരുന്നു. എന്നാൽ നമ്മൾ കാലത്തെ ഷോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 22,200 ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നല്ലൊരു സപ്പോർട്ടായിരിക്കും താഴോട്ട് വന്നാന്ന് പറഞ്ഞ്. ഇന്ന് 22,224 വരെ നിഫ്റ്റി താന്നിട്ട് തിരിച്ചിപ്പോൾ ഉയർന്ന് 150 പോയിന്റോളം ആ ലോയിൽ നിന്ന് തിരിച്ച് കയറിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർക്കറ്റ് വീണ്ടും പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇത് ഇൻട്രാഡേയിലുള്ള ഞാൻ കാലത്ത് പറഞ്ഞ പോലെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അതിൻ്റെതായിട്ടുള്ള കയറ്റ ഇറക്കങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കറക്ഷൻ, ഒരു വലിയൊരു കറക്ഷൻ അല്ല, എന്നാൽ ഒരു ഭാഗത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴും താഴെ ഉള്ള ലെവലുകളിൽ ബയസ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഓരോ ലോയിലും ബൗൺസ് ചെയ്ത് തിരിച്ച് കയറുന്നതിൻ്റെ കാരണം ഓരോ ലോയിലും ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്സിലൊക്കെ നന്നായിട്ട് ഇടിവുകളുണ്ട്. കാരണം അതെല്ലാം കഴിഞ്ഞ ദിവസം നന്നായിട്ട് കയറിയിരുന്നു. ഇന്ന് JM ഫിനാൻഷ്യൽ 20% താന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് ലോൺ അഗെയിൻസ്റ്റ് ഷെയറിനും അതുമാതിരി IPOയ്ക്കുള്ള ലോൺ കൊടുക്കുന്നതിനൊക്കെ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് 20% താന്നിട്ടുണ്ട്. അതുപോലെ IIFL ഫൈനാൻസും 20% താന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം IIFLനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ കൊടുക്കുന്നതിന് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗോൾഡ് ലോൺ ഒക്കെ നിർത്തിവെക്കാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ചില ഷെയറുകളിൽ ചില നിയന്ത്രണങ്ങൾ RBI കൊണ്ടുവന്നതിന് പ്രകാരമുള്ള താഴ്ചകൾ കാണാം. ബാക്കി എല്ലാ ഫ്രണ്ട് ലൈൻ ഷെയറുകളിലൊക്കെ ഏകദേശം ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണിയിലെ ഈ തിരുത്തൽ വൈകുന്നേരവും തുടരുമോ എന്ന് അറിയാൻ മാർക്കറ്റ് വ്യൂ 4:45 കാണാം. നമസ്കാരം, വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 1:59:46 അതാ ഉയർന്ന താപനില മുന്നറിയിപ്പോൾ വരുന്നത്. ഇന്നും നാളെയും കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിൽ, കൊല്ലവും പാലക്കാടാണ് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ. എന്ന് പറഞ്ഞാൽ കൊല്ലവും പാലക്കാടും കടുത്ത ചൂടിലേക്ക് പോകുന്നു 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള താപനിലയേക്കാൾ ഒരു 2-3% അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് അധികം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന കരുതൽ തുടരുക, ഒരുപാട് വെള്ളം കുടിക്കുക, ഈ സമയത്തൊക്കെ പുറത്തേക്ക് അധികം ഇരിക്കാൻ കഴിയുമെങ്കിൽ ഇറങ്ങാതിരിക്കുക. വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ കൊച്ചിയിൽ ചികിത്സയിലിരിക്കാൻ മരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ശ്യാംകുമാർ. ശ്യാം,
ഏറെ കോളിളക്കമുണ്ടാക്കിയ വലിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ ആക്കിയ കേസ്, അതിനെ തുടർന്ന് ജയിൽവാസം, അത് കഴിഞ്ഞ് പിന്നെ സന്തോഷ് മാധവനെ അധികം അങ്ങനെ കാണാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല അല്ലേ? ഹാഷ്മി, തീർച്ചയായും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സന്തോഷ് മാധവൻ പൊതുജനങ്ങളുമായി അല്ലെങ്കിൽ പൊതുസമൂഹവുമായി വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഇയാളെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു. 2008 സന്തോഷ് മാധവൻ എന്ന് പറയുന്ന സ്വാമി വിവാദ ആൾദൈവം വലിയ കേരളത്തിൽ മൊത്തത്തിൽ ചർച്ചയായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ് ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതിനു മുൻപ് വിദേശ വനിത 40 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു. അന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ കടുവാത്തോൽ ഉൾപ്പെടെ കണ്ടെത്തുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CD-യിലാക്കിയതൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിലുള്ള അറസ്റ്റിലായിരുന്നു. 16 വർഷം കഠിന തടവ്. പക്ഷേ ജയിലിലെത്തിയതിനു ശേഷം ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പൂജ ചെയ്ത് അവിടുത്തെ ഒരു ചെറിയ സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയായിരുന്നു. പിന്നീട് ജയിൽ ഡോക്ടറുടെ സഹായിയായി അങ്ങനെയും വിവാദമുണ്ടാക്കി. വലിയ സർക്കാർ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സർക്കാർ ആ ഭൂമി കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ വിവാദം കേരളത്തിൽ ചെറിയ കാലയളവിൽ ഉണ്ടാക്കിയ ഒരു ആൾദൈവമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഏതായാലും നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും സാമ്പത്തിക വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഹാഷ്മി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സന്തോഷ് മാധവൻ വിവാദ ആൾദൈവം, സന്തോഷ് മാധവൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചു എന്ന വാർത്തയാണ് ശ്യാം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുന്നു എം എം മണി MLA. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലണമെന്നും എം എം മണി പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് എളമരം കരീം MP പ്രതികരിച്ചു. വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉയരുന്നത് വലിയ വിമർശനം. സർക്കാരും വനം വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യനെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ കൊല്ലണമെന്നും എം എം മണി. കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെ നേരിടാൻ ഗവൺമെന്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വന്യമൃഗാക്രമണം തടയാൻ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന എളമരം കരീം. വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. ആക്രമികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അധികാരമില്ല. 1972 വന നിയമം അനുസരിച്ച് കർശനമായ വിലക്കുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പലപ്പോഴായി കേരളം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴായി വനമന്ത്രിയെ കണ്ടതാണ്. പക്ഷേ വനസംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു നയമുള്ളതുകൊണ്ട് മാറ്റം വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുമ്പോൾ നടപടിയെടുക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്നും വിമർശനമുണ്ട്. 24 തിരുവനന്തപുരം. രഘുനന്ദനം പറയുന്നു, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതുപോലെ ഒരു അവസ്ഥ ക്യാമ്പസിൽ ഉണ്ടാവാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. കൂടെ പഠിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ഓർമ്മ വേണം എന്ന് പറയുകയാണ്. 100% ശരിയാണ്. മാത്രമല്ല സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ആരും കൈകെട്ടി നോക്കിയെന്നു എന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേറ്റ വേദനാജനകമാണ്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ പുതിയ ക്രമീകരണങ്ങൾ. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലിലെ ചുമതല നൽകി. CCTV ക്യാമറകളും സ്ഥാപിക്കും. സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന വൈത്തിരി വാർഡ് മെമ്പർ NK ജ്യോതിഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തും. ഓരോ ഹോസ്റ്റലിലും ചുമതലക്കാരായി 4 അധ്യാപകർ. 3 നിലകൾ ഉള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ചുമതലക്കാർ. ഒരു അസിസ്റ്റന്റ് വാർഡനെ ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല. ഹോസ്റ്റലുകളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ CCTVകൾ ഇതിനകം സ്ഥാപിച്ചു. VCയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹോസ്റ്റൽ പരിഷ്കാരങ്ങൾക്കുള്ള ശുപാർശ. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന് ആരോപിച്ച് BJP കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ MM മണിക്കെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ആരാണ് ഈ സിദ്ധാർത്ഥനെ, തിരുവനന്തപുരത്തേക്ക് വന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചത് ആരാണ്? ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ് ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. മരണത്തിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ടെന്നും
കുടുംബത്തോടൊപ്പം സർക്കാരുണ്ടെന്നും ബിനോയ് വിശ്വം. ഞങ്ങൾ ആ മരണത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മരണം നിർഭാഗ്യകരമാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോട് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഐക്യദാർഢ്യമുണ്ട്. അവരുടെ കൂടെയാണ് ഗവൺമെൻറ് ആകാൻ നിൽക്കുന്നത്. അതേസമയം കേസിൽ വൈത്തിരി പഞ്ചായത്ത് അംഗം NK ജ്യോതിഷ് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. 24 എൻകൗണ്ടർ ചർച്ചയിലെ വെളിപ്പെടുത്തലിലാണ് നോട്ടീസ് നൽകുക. ചർച്ചയിൽ ജ്യോതിഷ് കുമാർ നടത്തിയത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. ഇതിനുശേഷം 2 SFIക്കാർ അകത്തുകയറി വാതിലടച്ചുവെന്നും 5 പേർ പുറത്തുനിന്ന് വാതിൽ പൊളിച്ച് ആത്മഹത്യ എന്ന് വരുത്തി തീർത്തുവെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. ഇക്കാര്യം കോളേജിലെ കുട്ടികൾ തന്നോട് പറഞ്ഞുവെന്നും ജ്യോതിഷ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകുക. 24 വയനാട്. ഇർഷാദ് പുൽവട്ട, ഏകസംഘടനാ പ്രവർത്തനം ക്യാമ്പസിൽ ഉള്ള കാലത്തോളം ഇതൊക്കെ ഇനിയും ആവർത്തിക്കുമെന്ന് പറയുകയാണ്. ഏകസംഘടനാ പ്രവർത്തനം അത്ര നല്ലതല്ല എന്ന് പഴയകാലങ്ങളിലെ പല സംഭവങ്ങളും സൂചകമായിട്ടുണ്ട്. ജനാധിപത്യപരമാകണം, ഡെമോക്രാറ്റിക് ആകണം ക്യാമ്പസുകൾ, സംവാദാത്മകമാവണം ക്യാമ്പസ്, പലയാവർത്തി പറയുന്നതാണ്. നടക്കുമെന്തോ വേറൊരു പ്രേക്ഷക പറയുകയാണ്. രോഹിണി മനോജ് പറയുന്നു, ഹാഷ്മി, ഞങ്ങളുടെ നാട്ടിലെ പൂരമാണ് നാളെ. ചൂടിങ്ങനെ കൂടിയാൽ എങ്ങനെ പൂരത്തിന് പോകും? പാവം പാലക്കാട്ടുകാർ എന്ന് പറയുകയാണ്. പാലക്കാടൊക്കെ വലിയ ചൂടല്ലേ. രാജനഗരിയിലേക്ക് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് SN ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുമായായിരുന്നു ആദ്യ യാത്ര. കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂട്ടിക്കൊണ്ടാണ് തൃപ്പൂണിത്തുറയിലേക്കുള്ള മെട്രോ സർവീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുമായി ഗംഗ എന്ന മെട്രോ ട്രെയിൻ SN ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കന്നിയാത്ര നടത്തി. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 28.12 കിലോമീറ്റർ ദൂരത്തിലുള്ളത് 25 സ്റ്റേഷനുകൾ. 7377 കോടി രൂപയാണ് കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇതുവരെ ചിലവായത്. മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുള്ളത് നേട്ടമാകുമെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കൊച്ചി മെട്രോ രാജനഗരിയിലേക്ക് എത്തുമ്പോൾ ടൂറിസം മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. 24 കൊച്ചി. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിൽ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അണ്ടർ വാട്ടർ മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത്. ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് എഞ്ചിനീയറിംഗ് വിസ്മയമായ മെട്രോ പാത കടന്നുപോകുന്നത്. ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരത്തിൽ ആദ്യ അണ്ടർ വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി. ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായ ഹൗറ മൈതാൻ മുതൽ എക്സ്പ്ലനേഡ് വരെ നീളുന്നതാണ് അണ്ടർ വാട്ടർ മെട്രോ പാത. 16.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ 10.8 കിലോമീറ്റർ കടന്നുപോകുന്നത് ഭൂമിക്കടിയിലൂടെ. ഇതിൽ 520 മീറ്ററാണ് ഹുഗ്ലി നദിക്കടിയിലൂടെ കടന്നുപോകുന്നത്. ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പുതുതായി നിർമ്മിച്ചിരിക്കുന്ന തുരങ്കം നദിയുടെ ഉപരിതലത്തിൽ നിന്ന് 26 മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. 45 സെക്കൻഡ് കൊണ്ട് നദിക്കടിയിലൂടെ 520 മീറ്റർ ദൂരം മെട്രോ ട്രെയിൻ സഞ്ചരിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായ പാത നഗരത്തിലെ തിരക്കേറിയ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 24 ഡൽഹി. മോളി ഇമ്മാനുവൽ പറയുകയാണ്, പൂക്കോട് മാത്രം പോരാ, എല്ലാ കോളേജുകളിലും പുതിയ സംവിധാനം വരണം. ഒരു തർക്കവുമില്ല. നമുക്കിപ്പോൾ അവിടെ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യയാണെന്ന് കൊലപാതകമാണെന്ന് വീട്ടുകാർ സംശയിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ ഒന്നൊരാൾ അതിനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും അത്ര അങ്ങേയറ്റത്തെ കിരാതമായ ശ്രമം പുറത്തറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംവിധാനം ആ കോളേജിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ നടക്കട്ടെ. ഈ പറഞ്ഞാൽ മോളി ഇമ്മാനുവൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ കോളേജുകളിൽ ഇത്തരത്തിലുള്ള ഗുപ്തമായ സംവിധാനങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള മർദ്ദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയണം. ഒരു തർക്കം അക്കാര്യത്തിൽ ഇനിയൊരു സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടായിക്കൂടാ. ലക്ഷദ്വീപിലെ ഇന്ത്യൻ നാവികത്താവളം INS ജഡായു നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാർ കമ്മീഷൻ ചെയ്തു. മാലദ്വീപിനും ഇന്ത്യക്കുമിടയിലെ ഏറ്റവും അടുത്ത ബേസ് ക്യാമ്പാണ് മിനിക്കോയിൽ ആരംഭിച്ചത്. അന്താരാഷ്ട്ര കപ്പൽചാലുകൾക്ക് സമീപമുള്ള മിനിക്കോയിലാണ് പുതിയ ബേസ് ക്യാമ്പ്. അറബിക്കടലിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന ചുവടുവയ്പ്. ലക്ഷദ്വീപ് തീരം വഴിയുള്ള ലഹരി ആയുധക്കടത്ത് ഇടപാടുകൾ അവസാനിപ്പിക്കാൻ മിനിക്കോയിലെ INS ജഡായു വലിയ പങ്കുവഹിക്കുമെന്നാണ് നാവികസേനയുടെ വിലയിരുത്തൽ. 2012 we had inaugurated a naval unit at INS Dweep Raksha.
which was at Kavrati, which was the first detachment which had come up in the year 1979. So it is basically a progress that you make with respect to your infrastructure, your capabilities in the region. ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ നാവികത്താവളമാണ് INS ജഡായു. മിനിക്കോയിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാനും അഗത്തിദ്വീപുകളിൽ നിലവിലുള്ളത് നവീകരിക്കാനും പദ്ധതിയുണ്ട്. മാലിദ്വീപിൽ നിന്ന് 524 കിലോമീറ്റർ അകലെയാണ് മിനിക്കോയ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ദ്വീപിലെ ടൂറിസം ഉൾപ്പെടെ സമഗ്ര വികസനത്തിന് പുതിയ നാവികത്താവളം മുതൽക്കൂട്ടാകും. സുരക്ഷയ്ക്കൊപ്പം ലക്ഷദ്വീപിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കൂടിയാണ് വഴി തുറക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 പ്രധാനപ്പെട്ട 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. മികച്ച ആങ്കറായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും മികച്ച വാർത്താ അവതാരകയായ അനുജ രാജേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹരായി. 2022 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളാണ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചത്. കഥേതര വിഭാഗത്തിൽ 24 4 പുരസ്കാരങ്ങൾ നേടി. മികച്ച ആങ്കറായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തെരഞ്ഞെടുക്കപ്പെട്ടു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിക്കാണ് അവാർഡ്. വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതെ വളരെ സരസവും അനായാസവുമായി അവതരിപ്പിക്കുന്ന മികവിനാണ് പുരസ്കാരം. മികച്ച വാർത്താവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷ് അർഹയായി. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ മികച്ച ആങ്കർക്കുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനും മികച്ച ഇന്റർവ്യൂവർക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരത്തിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവും അർഹരായി. മികച്ച കോമ്പിയർ ഓർ ആങ്കർ ആർ ശ്രീകണ്ഠൻ നായർ 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. മികച്ച വാർത്താ അവതാരക അനുജ രാജേഷ് 24 ന്യൂസ് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. കറണ്ട് അഫയേഴ്സ് KR ഗോപികൃഷ്ണൻ പ്രശസ്തി പത്രവും ശില്പവും. ഫൈനൽ റൗണ്ട് അപ്പ് 24 ന്യൂസ്. അഭിമുഖകാരൻ ദീപക് ധർമ്മടം പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി നയം വ്യക്തമാക്കി കൊടിയേരി 24 ന്യൂസ്. മികച്ച ഡോക്യുമെന്ററിയായി ദൂരദർശൻ സംപ്രേഷണം ചെയ്ത പാലായനത്തിൽ നഷ്ടപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംവിധാനം ചെയ്ത മണിലാലാണ് മികച്ച ഡോക്യുമെന്ററി സംവിധായകൻ. കഥാവിഭാഗത്തിൽ അർഹതയ്ക്കുള്ള എൻട്രികളില്ലാത്തതിനാൽ മികച്ച ടെലിസീരിയലിന് അവാർഡ് നൽകിയിട്ടില്ല. 24 തിരുവനന്തപുരം. അപ്പോൾ നമ്മളെല്ലാം പ്രിയപ്പെട്ടവരായ 24 ഫാമിലിയിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ. മാത്രമല്ല എല്ലാ ചാനലിലെയും പുരസ്കാര ജേതാക്കൾക്കെല്ലാം നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത. വെഞ്ഞാറമൂട്ടിൽ പാലുമായി പോയ വയോധികന് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കെന്ന് പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. മുണ്ടക്കൽവാരം പാർവതി ഭവനിൽ വിജയൻ നായർ 68 വയസ്സുള്ള ആളാണ്. സൊസൈറ്റിയിലേക്ക് പാലുമായി പോകുന്ന വഴിയിലാണ്. എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയോ അല്ലെങ്കിൽ കാട്ടുപോത്തോ ആക്രമണത്തിന് ഒറ്റ വാർത്ത പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ ദിവസങ്ങളിൽ. അരുൺ വയനാട് പറയുന്നു ഈ പശ്ചാത്തലത്തിൽ ഫോറസ്റ്റുകാരെ പ്രതിപക്ഷ വി ഡി സതീശൻ മാധ്യമങ്ങളോട് കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. സംസ്ഥാനത്തെ ടാക്സസ് കമ്മീഷണർ ലീവിലായ സമയത്ത് നേരത്തെ കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചു കൊടുത്തതിൽ ഗവൺമെൻറ് സമ്മാനം കൊടുത്ത അഡീഷണൽ കമ്മീഷണർക്ക് ടാക്സസ് കമ്മീഷണറുടെ ചാർജ് കൊടുത്തിട്ടാണ് ഈ അഴിമതി നടത്താനുള്ള നീക്കം. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ പറയുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ 250, 300 ഒക്കെ ആണല്ലോ ഇപ്പോൾ നികുതി. അത് 100-ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയുകയാണ്. ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ കേരളത്തിന് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം നടത്തുന്നത്. ഇപ്പോൾ 12,000 കോടി രൂപ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യത്തിന് ചർച്ച നടത്താൻ അല്ല, അതൊക്കെ കിട്ടേണ്ട പൈസയല്ലേ. കിട്ടേണ്ട പൈസ കൊടുക്കുമല്ലോ. കിട്ടേണ്ട പൈസ കൊടുക്കണം. കേസ് വേറെയാണ്. കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. അത് നടക്കട്ടെ, കേസ് നടക്കട്ടെ. അല്ല, ഞങ്ങൾ നാളെ വൈകുന്നേരം 6 മണിക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. അന്തിമമായ തീരുമാനം എടുത്ത് ഉടൻ പ്രഖ്യാപിക്കും.
KPCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ണൂര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നാളത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. അപ്പോൾ അത് നാളെ തീരുമാനം എടുക്കും. KPCC പ്രസിഡന്റ് അടക്കം എല്ലാവർക്കും ബാധകമായ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. ഞാനും പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുകയും ചെയ്യും. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 2:21 ഇപ്പോൾ വരുന്ന വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് വിലക്കിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് DDEയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് കൊടുത്തില്ല. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് അന്വേഷണ വിലയിരുത്തൽ. നേരത്തെ 24 വാർത്തയായിരുന്നു അത് ശരിവെക്കുന്നു DDEയുടെ അന്വേഷണ റിപ്പോർട്ട്. എന്തായാലും ഇനി അത്തരത്തിൽ സംഭവം മുൻവിധികളോട് ഒരു കുട്ടി പരീക്ഷ എഴുതാൻ തോക്കും എന്ന രീതിയിൽ ആ കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ആ വാർത്ത ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, കൊച്ചുകോശി ഫിലിപ്പ്, ഓരോരുത്തർ മരിക്കുമ്പോഴും പറയും ഇനിയും ഇങ്ങനെ ഉണ്ടാകരുതെന്ന്. എന്ത് പ്രയോജനം? പിന്നെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യത്വം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 101% ശരിയായ ഒരു വിലയിരുത്തലാണ് ചേട്ടാ. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇനി ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ ഇപ്പോഴും പറയുകയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാനവട്ട ചർച്ചകൾക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരരംഗത്തുണ്ടായേക്കും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാവശ്യപ്പെട്ട റായ്ബറേലിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഇടതുവാദം തള്ളാതെ PJ കുര്യനും രംഗത്തെത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം 2 ദിവസത്തിനകം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കും. കേരളവും ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാനാണ് നീക്കം. രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ഗെഹ്ലോട്ട്, കമൽനാഥ്, ഭൂപേഷ് ബാഗേൽ എന്നിവരെ മത്സരരംഗത്തിറക്കാനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 45 സീറ്റിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത്. ഇത്തവണ 25 സീറ്റ് നേടുകയാണ് ലക്ഷ്യം. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വവും ശ്രദ്ധേയമാകും. പ്രിയങ്ക ഗാന്ധിയെ മണ്ഡലത്തിൽ ക്ഷണിച്ചുകൊണ്ട് റായ്ബറേലിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തെറ്റെന്നു പറയാനാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ 24നോട്. അവരുടെ ആർഗ്യുമെന്റ് പൂർണ്ണമായി തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്കത് പറയാം, അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. കാര്യം ദേശീയ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനാ മത്സരിക്കുന്നത് അവർക്ക് പറയാം. ഉത്തർപ്രദേശിൽ മത്സരിച്ചാലും അദ്ദേഹത്തിന് ജയിക്കാവുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. ശ്രീ അഖിലേഷ് യാദവ് അങ്ങനെ അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് അത് പരിഗണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. പരിഗണിച്ചാൽ ദോഷമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ പട്ടിക ഇന്ന് ഹൈക്കമാൻഡിന് കൈമാറും. നാളെ വൈകിട്ട് 6-ന് AICC ആസ്ഥാനത്താണ് നിർണായക സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കുന്നത്. 24 ഡൽഹി. അരുൺ വയനാട് പറയുകയാണ്, കേന്ദ്ര ധനമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും ജനകീയ കോടതിയിൽ കൊണ്ടുവന്നാലേ ജനങ്ങൾക്ക് സത്യം മനസ്സിലാവും. ഇവരിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടെന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിൽ കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ജനങ്ങൾക്ക് ഇപ്പോഴും എത്ര പേർക്ക് അറിയുമെന്ന കാര്യം അറിയില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയും നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയും നമ്മുടെ ഒരു ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും എന്നൊക്കെ ഇരുന്ന് കിട്ടിയാൽ അസാധ്യമായ പാനലാണ്. പക്ഷേ അങ്ങനെയൊക്കെ അതിമോഹമല്ലേ അല്ലേ? ഹിമാചൽ പ്രദേശിലെ ക്രോസ് വോട്ടിംഗിൽ സംഘടനാ തലത്തിൽ നടപടിയെടുത്ത് AICC. സുധീർ ശർമ്മ AICC സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സുധീർ ശർമ്മ BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനിടെ സ്പീക്കർ അയോഗ്യരായ MLA മാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സ്പീക്കറുടെ നടപടി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തായാത്ര അതിൻ്റെ അവസാന പാദത്തിലാണ്. ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ലെന്ന് സ്ഥിരീകരിച്ച് DDEയുടെ റിപ്പോർട്ട്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും വിദ്യാർത്ഥിക്ക് ഹോൾ ടിക്കറ്റ് നൽകിയില്ല. പഠിക്കാൻ കൂടുതൽ സമയം നൽകുകയായിരുന്നു എന്നാണ് സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ ന്യായം. നിഖിൽ പരമേശ്വർ വിവരങ്ങളുമായി. നിഖിൽ, അതൊരു വല്ലാത്ത ന്യായമായി കേട്ടോ. അതായത് പരീക്ഷ എഴുതിക്കാതെ, അതായത് പ്രധാനപ്പെട്ട ഒരു പൊതുപരീക്ഷ എഴുതിക്കാതെ പഠിക്കാൻ കൂടുതൽ സമയം കൊടുക്കുകയായിരുന്നു എന്നൊക്കെ ന്യായം പറയണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ. നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇത് വളരെ വിചിത്രമാണ് പ്രിൻസിപ്പലിന്റെ വാദം. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് DDEയുടെ റിപ്പോർട്ട്. DDE ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഇതിൽ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല എന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകാൻ തയ്യാറായി. ഞാൻ ആദ്യമായി കേൾക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് അന്നത്തെ പരീക്ഷയ്ക്ക് അന്ന് രാവിലെ ഹാൾ ടിക്കറ്റ് നൽകുന്ന രീതി. സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹാൾ ടിക്കറ്റ് നൽകും. അത് കുട്ടികളുടെ കൈകളിലാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ രാവിലെ സ്കൂളിൽ നിന്ന് അധ്യാപകർ ഈ ഹാൾ ടിക്കറ്റ് നൽകി നേരെ പോയി പരീക്ഷ എഴുതുന്നതല്ല രീതി. എന്തായാലും ഈ കുട്ടിക്ക് ഹാൾ ടിക്കറ്റ് നൽകാത്തതിനാലാണ് ഫിസിക്സ് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നത്.
സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് DDE വ്യക്തമാക്കുന്ന കാര്യം. ഇനി RDD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും. ഇതിനിടയിലാണ് ഈ പ്രിൻസിപ്പലിന്റെ വിചിത്രമായ ഒരു മറുപടി കൂടി വരുന്നത്. പഠിക്കാൻ കൂടുതൽ സമയം നൽകി എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും വിജയിച്ചാൽ 100% വിജയം എന്ന് സ്കൂളുകൾക്ക് അവകാശപ്പെടാൻ കഴിയൂ. അതിലൊരു കുട്ടി പരാജയപ്പെട്ടാൽ പോലും അത് 99% അല്ലെങ്കിൽ അതിന് കുറവ് 100-ൽ കുറവ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണിക്കൂ. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയത് എന്നുള്ള കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാണ്. മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ നമ്മുടെ വാർത്തയോട് പ്രതികരിക്കുമ്പോൾ ബാക്കി പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഫിസിക്സ് പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ കൃത്യമായ സാഹചര്യം ആ സമയത്ത് മന്ത്രിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ മന്ത്രിക്ക് അത് പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ രണ്ട് വശങ്ങളും കേട്ടുകൊണ്ടുള്ള ഒരു ബോധ്യപ്പെടൽ കൂടിയാവില്ലേ ഈ DDയുടെ അന്വേഷണ റിപ്പോർട്ട്? നിഖിൽ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇതിപ്പോൾ RDD വഴി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ് റിപ്പോർട്ട് കൈമാറുക. അദ്ദേഹത്തിന് നമ്മുടെ ലൈവിൽ സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്തിന്റെ വാദം മാത്രമല്ല കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇരു ഭാഗങ്ങളും കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമാകും. ഇത് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് വ്യക്തമായൊരു ചിത്രം ലഭിക്കും. എന്തായാലും ആ കുട്ടിയുടെ ഈ പൊതുപരീക്ഷ നഷ്ടമായി, അതിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എക്സാം മാത്രമേ എഴുതാൻ കഴിയൂ. എല്ലാ കുട്ടികളുടെയും റിസൾട്ട് വരുമ്പോൾ അന്ന് ഈ കുട്ടി പരാജയപ്പെട്ടതായാണ് കാണിക്കുക. അതായത് എഴുതാത്ത പരീക്ഷ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു എന്നാണ് കാണിക്കുക. അതിനുശേഷം പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷ എഴുതിയാൽ മാത്രമേ കുട്ടിക്ക് ഉപരിപഠനത്തിനടക്കം അപേക്ഷിക്കാനാകൂ. ഇത് ഈ സ്കൂളിൽ കാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണ് എന്നുള്ള വിമർശനം കൂടി പല കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. നിഖിൽ പരമേശ്വരാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിഖിൽ ചെയ്ത ആ വാർത്തയുടെ സ്ഥിരീകരണം കൂടിയാവുന്നു, 100% സ്ഥിരീകരണം കൂടിയാവുന്നു DDയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ 1.5 മണിക്കൂർ നമ്മുടെ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.